Hello students, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ഇൻ സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ സിലിണ്ടറിക്കലിലും സ്പെറിക്കലിലും അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവാലുവേഷൻ ഓഫ് ട്രിപ്പിൾ റീജിയൻ കോർഡിനേറ്റ് സിസ്റ്റം കാർട്ടീഷ്യൻ സിലിണ്ടറിക്കൽ ഓർ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. കാർട്ടീഷ്യൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലുള്ളത് നോക്കാം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ നമുക്ക് വരുന്നത് ആർ തീറ്റ സെഡ് ആണ് അല്ലേ, ആർ തീറ്റ സെഡ് ആണ്. അപ്പോൾ നോക്കി ഈ ഒരു ഫിഗർ നോക്കാം. ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, ആർ തീറ്റ സെഡ് എന്ന് പറയുമ്പോൾ ഒരു സെഡ് പ്ലെയിൻ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആറിൻ്റെ വാരിയേഷൻസ് അവിടെ വരുന്നുണ്ട്. ഇവിടെ മുതൽ ഇവിടെ വരെ സെഡിൻ്റെ വാരിയേഷനാണ്. അതാണ് ഈ മുകളിലൊരു പ്ലെയിൻ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചെരിഞ്ഞ് ഇങ്ങനെ ഒരു പ്ലെയിൻ കാണിച്ചിരിക്കുന്നത് കണ്ടോ, അതാ ഇങ്ങനെ ഒരു ബോർഡർ വരുന്ന ഈ ഒരു പ്ലെയിൻ കാണിച്ചിരിക്കുന്നത് കണ്ടോ. അത് നമുക്കറിയാം ആറിൻ്റെ വാല്യൂസാണ്. ആറിൻ്റെ വാല്യൂസ് എവിടെ വരെ വരുന്നു എന്നുള്ളതാണ്. അതാണ് ആറിൻ്റെ വാല്യൂസ് വരുന്നത്. ആറിൻ്റെ ഡീവിയേഷൻസ് കാണിച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് തീറ്റയുടെ ഡീവിയേഷൻസ് ആണ് ഉള്ളത്. ആറിൻ്റെയും തീറ്റയുടെയും സെഡിൻ്റെയും ഡീവിയേഷൻസ്. In cylindrical coordinates, a surface like the following have equations of constant coordinates values r equal to 4, cylinder radius 4 വരുന്നത്, axis z axis theta equal to pi by 3, that is plane containing the z axis, z equal to 2, the plane perpendicular to z axis. The volume element for subdividing a region in space with the cylindrical coordinates is dv. വോള്യത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് dv ആണ് വരുന്നത്. ദാറ്റ് ഈസ് dz r dr d തീറ്റ ആണ് വരുന്നത്. ഓക്കെ, വോള്യം എലമെന്റ് dv is equal to dz r dr d തീറ്റ ആണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോള്യം എലമെന്റ് വരുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തൊരു പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഫോർ ഇൻ്റഗ്രേറ്റിംഗ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ആർ തീറ്റ സെഡ് ഓവർ ദ റീജിയൻ ഡി ബൗണ്ടഡ് ബിലോ ബൈ ദ പ്ലെയിൻ സെഡ് ഈക്വൽ ടു 0, laterally by the circular cylinder x square plus y minus 1 square equal to 1 and above by the paraboloid z equal to x square plus y square. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ഇതുകൾ ബൗണ്ടുകൾ ഡിയുടെ 3 ബൗണ്ടുകൾ തന്നിരിക്കുന്നത്. ഒന്ന് z ഈക്വൽ ടു 0 എന്നുള്ള ഈ പ്ലെയിൻ, 2 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1, എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സർക്കിള്. പിന്നെ ഇവിടെ ഒരെണ്ണം വരുന്നത് പരാബിളോയിഡിൻ്റെ ബൗണ്ടറി ആയിട്ട് വരുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പരാബിളോയിഡിൻ്റെ ഭാഗം. പിന്നെ ഇവിടെ 2 വെച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ് ഈ ഒരു സൈഡ് ഹൈറ്റ്. അപ്പം അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻസ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻസ് ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഈ ഫിഗർ സ്കെച്ച് ചെയ്യാണ് വേണ്ടത്. സ്കെച്ചിങ് ചെയ്തിട്ടുണ്ട്. ബേസ് ഓഫ് ഡി ഈസ് ഓൾസോ ദ റീജിയൻസ് പ്രൊജക്ഷൻ ആർ ഓൺ ദ എക്സ് വൈ പ്ലെയിൻ. ഈ റീജിയന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത സർക്കിളിൻ്റെ ഒരു ഫോമിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പരാബിളോയിഡ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ സെഡ് ഈക്വൽ ടു 0 എന്നുള്ള പ്ലെയിൻ വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സ്കെച്ചിങ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളത് സ്കെച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഷേപ്പിനെ സ്കെച്ച് ചെയ്തെടുക്കുക, തന്നിരിക്കുന്ന ബൗണ്ടറീസ് യൂസ് ചെയ്ത് അതിനെ സ്കെച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ആറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറെന്ന് പറഞ്ഞാൽ സർക്കിള്, ആ സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതിനെ നമ്മൾ പോളാർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കിവിടെ എക്സും വൈ ഒന്നും ഇല്ല, ആറും തീറ്റയാണുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് പോളാർ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. അതിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആറാണെന്നറിയാം, ആർ സ്ക്വയർ ആണെന്നറിയാം, മൈനസ് 2y, വൈയുടെ പ്ലേസിൽ 6 സൈൻ തീറ്റ കൊടുക്കുക. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ പിന്നെ ബാക്കി 0 ഉണ്ടാവുള്ളൂ. അപ്പോൾ ആർ സ്ക്വയർ ഈക്വൽ ടു 2r സൈൻ തീറ്റ എന്ന് കിട്ടും. അതിൽ നിന്ന് 6 രണ്ട് സൈഡിലുണ്ട്, അത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ആർ ഈക്വൽ ടു 2 സൈൻ തീറ്റ എന്ന് കിട്ടും. അതാണ് ആ സർക്കിൾ ബൗണ്ടറി വരുന്നതിൻ്റെ ഇക്വേഷൻ വരുന്നത്. പിന്നെ ഇനി സെഡ് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, സെഡിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ
A line M through a typical point r theta in R is parallel to the z axis and enters D at z equal to 0 and leaves at z equal to x square plus y square which is equal to r square. നോക്കി ഈ എം എന്നുള്ള ലൈനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എം എന്നുള്ള ലൈൻ സെഡ് ഈക്വൽ ടു 0 മുതൽ ഈ സർക്കിളിന്മേൽ കൂടെ പാസ് ചെയ്ത് ഇവിടെ വരെ എത്തുന്നു. അത് സെഡ് ഈക്വൽ ടു 0 കൂടെ എൻ്റർ ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഈ വേരിയേഷൻസ് വരുന്നത് ഈ എം എന്നുള്ള ലൈനിൻ്റെ വേരിയേഷൻസ് ഇങ്ങനെ പിന്നെ ഈ ഒരു റീജിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷന് അനുസരിച്ചിട്ടാണ് ഈ ഹൈറ്റ്, ഇതല്ലേ ഹൈറ്റായിട്ട്, ഈ എം അല്ലേ ഹൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹൈറ്റാണ് എപ്പോഴും സെഡ് ആക്സിസ് വരുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് എം കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആ ഹൈറ്റ് സെഡ് ഈക്വൽ ടു 0 ആണ്. ഇങ്ങോട്ട് നീങ്ങി വരുമ്പോൾ പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പരാബിളോയിഡിൻ്റെ ഹൈറ്റ് എന്താണോ, ഇക്വേഷൻ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സെഡ് ഈക്വൽ ടു 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സർക്കിളിന്മേൽ കൂടെ ഈ എം മൂവ് ചെയ്യുമ്പോൾ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ പിന്നെയൊക്കെ ഹൈറ്റായിട്ട് വരുന്നത് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ എത്രയാണോ, സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയാണോ അത്രയാണ് അതിൻ്റെ ഹൈറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതും അതേ പൊളാറിലേക്ക്, എക്സും വൈ ഒന്നും നമ്മുടെ കയ്യിലില്ല, പൊളാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ആർ സ്ക്വയർ ആണ്. അപ്പോൾ അത് ആർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. അപ്പോൾ സെഡ് വാരി ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു 0 മുതൽ സെഡ് ഈക്വൽ ടു ആർ സ്ക്വയർ വരെയാണ് ഈ സർക്കിളിന്മേൽ കൂടി മൂവ് ചെയ്യുമ്പോൾ, എം എന്നുള്ള ഹൈറ്റ് സർക്കിളിന്മേൽ കൂടി മൂവ് ചെയ്യുമ്പോൾ അതാണ് അതിൻ്റെ വേരിയേഷൻ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് 3 നമുക്ക് ആറിൻ്റെ വേരിയേഷൻസ് അറിയണം. ആറിൻ്റെ വേരിയേഷൻസ് അറിയണം. എനി റേ എൽ ത്രൂ ആർ തീറ്റ ഫ്രം ദ ഒറിജിൻ എൻറ്റേഴ്സ് ആർ അറ്റ് ആർ ഈക്വൽ ടു 0 ആൻഡ് ലീവ്സ് അറ്റ് ആർ ഈക്വൽ ടു 2 സൈൻ തീറ്റ. എഗെയിൻ ഫിഗറിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് ആ സർക്കിൾ വരുന്നത്. ഈ എക്സ് വൈ പ്ലെയിനിലാണ് നമുക്ക് ആ സർക്കിൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആർ ഈക്വൽ ടു 0 നിന്ന് ആർ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒറിജിനിലാണ് ആർ ഈക്വൽ ടു 0 വരുന്നത്. പിന്നെ ഇത്രയും ലെങ്ത്തിൽ 6 വരും. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷനാണ് അല്ലേ. സർക്കിളിലെ പോയിൻറ്റ്സ് ആണല്ലോ ഇവിടെയൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെയൊക്കെ ഈ ആറിൻ്റെ വേരിയേഷൻ സർക്കിളിമ പോയിൻറ്റ്സിലാണ് വരുന്നത്. അപ്പോൾ ആറിൻ്റെ സ്റ്റാർട്ടിങ് വാല്യൂ ആർ ഈക്വൽ ടു 0 ആണ്. പിന്നെ ഓരോന്നും ഈ ഒരു റേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു റേ ഇങ്ങനെ ഇതിന് സർക്കിളിന് ചുറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരിയേഷൻ, ഇപ്പോൾ നമ്മൾ എം ഹൈറ്റ് ആയിട്ട് എടുത്തില്ലേ, അതുപോലെ ഈ ആറിൻ്റെ വേരിയേഷൻ അറിയാനായിട്ട് ഇവിടെ നിങ്ങട് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എൻഡ് ചെയ്യുന്ന പോയിൻറ്റ്സ് എല്ലാം ഈ സർക്കിളിലുള്ള പോയിൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആറിൻ്റെ വേരിയേഷൻ ആർ ഈക്വൽ ടു 0 മുതൽ നമ്മുടെ സർക്കിളിൻ്റെ പോളാർ ഇക്വേഷൻ ആർ ഈക്വൽ ടു 2 സൈൻ തീറ്റയാണ്. അപ്പോൾ ആർ ഈക്വൽ ടു 2 സൈൻ തീറ്റ വരെ ആയിരിക്കും ആറിൻ്റെ വേരിയേഷൻ വരെ ഉണ്ടാവുക. ഇനി നമുക്കറിയേണ്ടത് തീറ്റയുടെ വേരിയേഷനാണ്. അപ്പോൾ സെഡിൻ്റെ വേരിയേഷനായി, ആറിൻ്റെ വേരിയേഷനായി, ഇനി തീറ്റയുടെ വേരിയേഷൻ അറിയണം. തീറ്റയുടെ വേരിയേഷൻ അറിയാനായിട്ട് ആസ് എൽ സ്വീപ്സ് അക്രോസ് ആർ ദ ആംഗിൾ തീറ്റ മേക്സ് ഇറ്റ് വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ് റൺസ് ഫ്രം തീറ്റ ഈക്വൽ ടു 0 ടു തീറ്റ ഈക്വൽ ടു പൈ. നോക്കൂ, ഇവിടെ നമുക്ക് തീറ്റയുടെ വേരിയേഷൻ വരുന്നത് ഇവിടെ മുതൽ കറങ്ങി ഈ സർക്കിളുമേ കൂടെ, ഇതല്ലേ ആംഗിൾ തീറ്റ, ഈ തീറ്റ ഇങ്ങനെ സർക്കിളുമേ കൂടെ കറങ്ങി വീണ്ടും ഇവിടം വരെ എത്തുകയാണ്. അപ്പോൾ ഇവിടെ മുതൽ ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് എത്തുമ്പോൾ തീറ്റ ശരിക്കും 0 മുതൽ പൈ വരെയാണ് റൺ ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് സർക്കിൾ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റൊട്ടേഷനാണ് തീറ്റ നടത്തുന്നത്. അതായത് തീറ്റ ഈക്വൽ ടു 0 ടു തീറ്റ ഈക്വൽ ടു പൈ വരെയാണ് തീറ്റയുടെ വേരിയേഷൻ വരുന്നത്. അങ്ങനെ ആറിൻ്റെയും തീറ്റയുടെയും സെഡിൻ്റെയും വേരിയേഷൻസ് നമ്മൾ ഫൈൻഡ് ചെയ്തു. അപ്പോൾ നമ്മളോട് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻസ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വോളിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എഫ് ഓഫ് ആർ തീറ്റ സെഡ് ഡി വി ആണ്. വോളിയം എലമെൻ്റ് ആണ് കേട്ടോ അവിടെ വരുന്നത്. സോളിഡ് അല്ലേ, മീൻസ് 3Dയിലുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഫിഗർ അല്ലേ. അപ്പോൾ അതിന് ഡി വി ആണ് നമ്മൾ കൊടുക്കേണ്ട വോളിയം എലമെൻറ്റ്. ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് ആർ തീറ്റ സെഡ് ഡി വി എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതിൽ ആദ്യം തീറ്റയുടെ വേരിയേഷൻ, പിന്നെ തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ആറിൻ്റെ വേരിയേഷൻ ഇരിക്കുന്നത്, കാരണം അതിൽ തീറ്റ വരുന്നുണ്ട്. അപ്പോൾ ആറിൻ്റെ വേരിയേഷൻ 0 ടു 2 സൈൻ തീറ്റ. ദെൻ ആറിൻ്റെ വേരിയേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സെഡിൻ്റെ വേരിയേഷൻ, കാരണം അതിൽ 0 ടു ആർ സ്ക്വയർ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ആരെ ഡിപ്പെൻഡ് ചെയ്താണോ ഇരിക്കുന്നത് അത് ആ ഓർഡറിൽ തന്നെ അങ്ങോട്ട് എഴുതുക.
സെഡിൻ്റെ വാരിയേഷൻ ആറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ആറിൻ്റെ വാരിയേഷൻ തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, തീറ്റയുടെ വാരിയേഷൻ 2 ഹോൾ നമ്പേഴ്സാണ് 0യും പൈയും. അപ്പോൾ ആ ഓർഡറിൽ ആദ്യം ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾ 0 to π തീറ്റയുടെ, പിന്നെ തീറ്റയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആറാണ്, അപ്പോൾ 0 to 2 sin തീറ്റ. പിന്നെ സെഡ് ആറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്, അപ്പോൾ 0 to r², എഫ് ഓഫ് ആർ തീറ്റ. ആദ്യം അപ്പോൾ എന്തിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യണം, ഡി സെഡ്, പിന്നെ വോള്യം എലമെൻറ്റിൽ ആർ ഡി ആറിൻ്റെ പിന്നെ ഏറ്റവും അവസാനം തീറ്റ കൊണ്ടുള്ള ഇൻ്റഗ്രേഷൻ ഡി തീറ്റ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ വരുന്നത്. അടുത്തത് എ സോളിഡ് ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ് ഹാസ് ഷേപ്പ് ഡിറ്റർമിൻഡ് ബൈ ദ ഗ്രാഫ് ഓഫ് ദ കോൺ z equal to √(x² + y²) and the planes z equal to 1, x equal to 0 and y equal to 0. Find the center of mass if the density is given by rho r theta z equal to r. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.